നമ്മോടൊപ്പം നയതന്ത്ര വിദഗ്ധൻ ടി.പി. ശ്രീനിവാസൻ സാർ കൂടി ചേരുന്നുണ്ട്. ടി.പി. ശ്രീനിവാസൻ സാർ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് വെനസ്വേലയിലെ സംഭവവികാസങ്ങളാണ്. ഇപ്പോൾ ചില ഈ ഒരു പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി അത്തരത്തിലൊരു US നടപടിയെ പല രാജ്യങ്ങളും പല രീതിയിലാണ് നോക്കിക്കാണുന്നത്. ഈ സ്ഥിതി ആശങ്കാജനകമെന്നാണ് ഭാരതം പറയുന്നത്. ചർച്ചകളിലൂടെ മേഖലയിൽ സമാധാനം ഉറപ്പാക്കണമെന്ന നിലപാട് ഭാരതം സ്വീകരിച്ചു കഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ താങ്കൾ പ്രതികരണം എങ്ങനെയാണ്? ഇത് വളരെ നാളായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇന്നലെ ഉണ്ടായതല്ല. 3 പ്രധാനപ്പെട്ട അംശങ്ങളാണ് ഇതിൽ നമ്മൾ ഓർക്കേണ്ടത്. ഒന്ന്, വെനസ്വേലയ്ക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ള ഒരു രാജ്യമാണ്. ആർക്ക് വേണമെങ്കിലും ആഗ്രഹിക്കാവുന്ന അത്ര തരത്തിലുള്ള ഓയിൽ റിസർവ് ആണ് വെനസ്വേലയ്ക്കുള്ളത്. രണ്ടാമത്തേത്, മദുറോ ക്യൂബൻ നേതാവ് കാസ്ട്രോയുടെ സക്സസർ എന്നുള്ള മട്ടിലാണ് തന്നെത്താനെ കാണുന്നത്. കമ്മ്യൂണിസ്റ്റാണ്, അമേരിക്കയെ എതിർക്കുന്ന ആളാണ്, അതുപോലെ സർവൈവ് ചെയ്യാൻ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഈ 3 പ്രൊവക്കേഷൻസും ഉണ്ടായിരുന്നു അമേരിക്ക. പക്ഷെ അവർ ചെയ്തത് എന്തായാലും ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന അല്ലെങ്കിൽ പോലും ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. അത് എങ്ങനെ ചെയ്യും? റഷീം ചേഞ്ച് വരുത്തുകയുള്ളോ, അതോ ഇവരെ അറസ്റ്റ് ചെയ്ത് വധിക്കുകയോ അങ്ങനെയുള്ള പ്രൊവക്കേഷൻ വല്ലതും പോവുകയെന്നൊക്കെ ഇപ്പോഴും തീരുമാനിക്കാറായിട്ടില്ല. പക്ഷെ ഇതുവരെ നടന്നിട്ടുള്ളത് അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് ന്യൂയോർക്കിൽ കൊണ്ടുപോയി എന്നും അദ്ദേഹം അതിന് ഒരു മാർഗം നോക്കുകയാണ് മറ്റൊരു ഗവൺമെന്റിനെ സ്ഥാപിക്കാൻ നമുക്ക് കേൾക്കുന്നു. ആദ്യം പറഞ്ഞിരുന്നത് അമേരിക്ക ഈ രാജ്യം നടത്തും. അത് വളരെ അസാധാരണമാണ്. കാരണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം ഉണ്ടാകുന്നത് അമേരിക്കയോട് താല്പര്യമുള്ള ആരെയെങ്കിലും അധികാരത്തിലാക്കിയിട്ട് അമേരിക്ക പിറകിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്. പക്ഷെ അതിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെയൊക്കെ പറഞ്ഞ ഒരു ഭരിച്ചവളെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് വളരെ അസാധാരണമായതുകൊണ്ടായിരിക്കാം ഇപ്പോൾ അവർ നോക്കുന്നത് ഒരു വൈസ് പ്രസിഡന്റിനെയോ. ഇപ്പോൾ മിസസ് മച്ചാഡോ തന്നെ, അവർ വളരെ പ്രസിഡന്റ് ട്രംപിന്റെ അടുത്ത സുഹൃത്താണ്, അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. അപ്പോൾ അവരൊരു പക്ഷേ ഒരു കാൻഡിഡേറ്റ് ആയേക്കാം, അല്ലെങ്കിൽ അവരുടെ പേരിൽ വേറെ ആരെങ്കിലും ഭരിക്കുമായിരിക്കാം. പക്ഷെ എന്തായാലും നമ്മുടെ റിയാക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള എത്ര കാരണങ്ങളുണ്ടായാലും ന്യായീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരു ലൈനായിരിക്കണം നമ്മൾ എടുക്കുന്നത്. വിശേഷിച്ചും വെനിസ്വേലയിലെ ഒരു കമ്മ്യൂണിസത്തെ പറ്റിയൊന്നും നമ്മളധികം സംസാരിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ആശങ്കാജനകമെന്ന് പറയുന്നത് ഇത് പ്രതീക്ഷിക്കാത്തതാണ്. സ്വതന്ത്ര രാജ്യത്തെ ഏറ്റെടുക്കുന്ന മട്ടിലാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു പുതിയ ഗവൺമെന്റ് വരുന്നത് അവിടുത്തെ ആളുകൾക്ക് പൊതുവെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം. അങ്ങനെ ഒരു സാധാരണഗതിയിലേക്ക് വെനസ്വേല മാറും. അമേരിക്കയ്ക്ക് ഓയിലിന്റെ സൗകര്യവും ഈ ഡ്രഗ്സിന്റെ അസൗകര്യവും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പുതിയ രാജ്യം സൃഷ്ടിക്കാൻ കഴിയും എന്ന് വേണം പ്രതീക്ഷിക്കേണ്ടത്. പക്ഷെ ഇത് ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ട് ഒരിക്കലും അത് നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ പോകണമെന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു നോർമൽസിയിലേക്ക് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. വളരെ നന്ദി ശ്രീ ടി.പി. ശ്രീനിവാസൻ സാർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചത്.